ഹലോ ഡിയേഴ്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പമാവും. രാവിലെ കഴിച്ചുകൊണ്ടും പോകാം, ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് ഓഫീസിൽ കൊണ്ടുപോവുകയും ചെയ്യാം. എപ്പോൾ കഴിച്ചാലും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കുഴക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മാവൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒത്തിരി ടൈറ്റാകാത്ത ചപ്പാത്തി മാവായിരിക്കണം. കണ്ടോ, ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ തടവി നമുക്ക് 1 മണിക്കൂർ മൂടി വെച്ച് പൊങ്ങാൻ വെക്കാം. അപ്പോൾ ഇത് നല്ല പാകമായിട്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതുപോലെ വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് എരിവ് കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ടാണ് അത്രയും ഞാൻ എടുത്തത്. പച്ചമുളക് കൂടുതൽ ചേർത്താൽ വളരെ നല്ലതാണ്. വിറ്റാമിൻ എ ഒക്കെ ധാരാളം ഈ പച്ചമുളകിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ ഒരു ചെറുത് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നിറം മാറി തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നേരിയതായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ നമുക്ക് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഒരു ചെറുത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ നനവ് കൊണ്ട് മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി കുക്കാവുകയും മസാലപ്പൊടികൾ കരിയാതെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം ചെറുപയർ കുക്കറിൽ വേവിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചതാണ്. കൈകൊണ്ട് പ്രസ് ചെയ്താൽ പെട്ടെന്ന് ഉടയുന്ന പാകത്തിലായിരിക്കണം ചെറുപയർ വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്കൊരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വീതം ചെറുതായി കൊത്തിയരിഞ്ഞ ക്യാബേജും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഈ വെജിറ്റബിളൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ഹെൽത്തിയാണ് ഈ വെജിറ്റബിൾസൊക്കെ. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂണോളം മതിയാകും. നേരിയ ഒരു പുള്ളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി 4-5 കറിവേപ്പില പൊടിയായി അരിഞ്ഞതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് റെഡിയായി. കറിവേപ്പില മുഴുവനോടെ ചേർത്താൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും അത് വായിൽ തടയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് പുറത്തേക്ക് തുപ്പിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ പൊടിയായി അരിഞ്ഞ് ചേർത്താൽ കറിവേപ്പില നമ്മളറിയാതെ തന്നെ ഇതിലൂടെ നമ്മളുടെ ഉള്ളിലാകും. ആൻറ്റിബയോട്ടിക് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് കറിവേപ്പില. ദിവസവും 2-3 വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിനി ചപ്പാത്തി പരത്താനുള്ള പാകത്തിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിത് 6 ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി പൊടി തൂകിയ പലകയിലേക്ക് ഓരോ ഉരുളയും വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിയുടെ വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം.
ഞാനിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഇത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. ചപ്പാത്തി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പൊടി തൂവിയിട്ട് വേണം അതിൻ്റെ പുറത്തേക്ക് ചപ്പാത്തി പരത്തിയത് റെഡിയാക്കി വയ്ക്കാൻ. ഇപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തി ഞാൻ എടുത്തിട്ടുണ്ട്. മാവ് തൂവിയതിന് ശേഷമാണ് ഞാനിത് അടുക്കായിട്ട് വെച്ചത്. ഇനി നമുക്കൊരു ചപ്പാത്തിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് ഇതുപോലെ ഉറച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കേണ്ടത്. ഇനി ഇത് ആവശ്യത്തിന് ഫില്ലിങ് ചപ്പാത്തിയിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച ഉടനെ തന്നെ നമ്മൾ കുക്ക് ചെയ്യണതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ മാവ് ലൂസായി പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫില്ലിങ് വെച്ച സമയത്ത് തന്നെ പാൻ ചൂടാക്കി വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഒരുമിച്ച് ഞാൻ പരത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളിത് സ്റ്റഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാൻ ചൂടാക്കി വെക്കണം. അതിനുശേഷം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൂസായി പോവാതിരിക്കാൻ ഞാൻ കുറച്ച് പൊടിയൊക്കെ ഇതിൻ്റെ പുറത്ത് തട്ടിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഇതിനകത്തുനിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടിപ്പിടിച്ച് പോവും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഒരു പത്തിരി പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 2 എണ്ണം വീതം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുരിച്ച് കൊടുക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വെറുതെ ചുട്ടെടുത്താലും മതി. മീഡിയം ഹീറ്റിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. താഴെ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം മറിച്ചിടാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. താഴെ ഭാഗം ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞിട്ടില്ല. ഒന്നുകൂടി മുരിയണമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് തിരിച്ചിട്ട് ഒന്നുകൂടി മുരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് താഴെ ഭാഗം നല്ലതുപോലെ മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ താഴെ ഭാഗം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മുരിയാത്ത ഭാഗം ഒന്നുകൂടി തിരിച്ചിട്ട് മുരിച്ചെടുക്കാം. ഇപ്പം മുരിയാത്ത ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മുരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ചപ്പാത്തിയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി എല്ലാം നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് 6 സ്റ്റഫ് ചെയ്ത ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരെണ്ണം കഴിച്ചാൽ ഒരാൾക്ക് വയറ് നിറയും. വളരെ ഹെൽത്തിയാണ്. രാവിലെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പോകാം. ലഞ്ചിന് നമുക്ക് ബോക്സിൽ കൊണ്ടുപോവുകയും ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്